ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ വ്യൂസ് വരുന്നില്ല. എന്റെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് വന്നുകൊണ്ടിരുന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ പാടെ വ്യൂസ് കുറവാണ്. അതുപോലെ ഒട്ടനവധി വ്യൂസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് ഡൗട്ട് ഉള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, വാട്സപ്പിൽ വന്നിട്ട് എന്റെ വ്യൂ ഇല്ല, മുമ്പത്തെ വീഡിയോക്കൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു, ഇപ്പൊ വ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിഷമിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഒപ്പം എനിക്കും വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും കൂടിയാണ് കേട്ടോ. കാരണം എന്റെ ചാനലിൽ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ അപ്ഡേറ്റ് ആവാത്തത്, കയറാത്തത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വ്യൂ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ യൂട്യൂബിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. യൂട്യൂബ് എന്ന് പറയുന്ന ചാനലിൽ ഏറ്റവും കൂടുതൽ വേണ്ട വ്യൂ ആണ്. വ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് എല്ലാം വരുന്നത്, സബ്സ്ക്രൈബ്സ് വരുന്നത്, വാച്ച് ടൈം വരുന്നത്, ഏണിങ്സ് കിട്ടുന്നത്, അങ്ങനെ എല്ലാ ഘടകവും വ്യൂവിന് അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ട? യൂട്യൂബിൽ വ്യൂ വേണം. വ്യൂവിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തമ്പനയിൽ അടിപൊളിയാക്കണം, ടൈറ്റിൽ അടിപൊളിയാക്കണം, നല്ല നല്ല കണ്ടന്റ് ഇടണം. ഇതെല്ലാം നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത്, നമ്മുടെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചാനലിൽ വ്യൂ ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ, വ്യൂ ഉണ്ടെങ്കിലേ നല്ല കമന്റ് വരുള്ളൂ, വ്യൂ ഉണ്ടെങ്കിലേ ലൈക്ക് കിട്ടുള്ളൂ. നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, നല്ല വീഡിയോയുടെ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഇപ്പോ നിരന്തരം തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേർക്ക് ഇപ്പൊ ഈ ഒരു പ്രതിസന്ധി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് വ്യൂ കിട്ടാത്തത് കൊണ്ട്. അപ്പൊ അത് എന്റെ ചാനലിൽ അത് എഫക്ട് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. സ്ക്രീൻ റെക്കോർഡ് സഹിതം ചെയ്യാനാണ് മൊബൈൽ കൈ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്റെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ചാനൽ നല്ല പുരോഗതിയാണ്. ഓക്കെ, കുഴപ്പമില്ല. അതിനുള്ള കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ പറയുക, ഇപ്പൊ ഡൗൺ ആണ്, വ്യൂ ഡൗൺ ആണ്, സബ്സ്ക്രൈബ്സ് ഡൗൺ ആണ്, വാച്ച് ടൈം ഡൗൺ ആണ്, അതുപോലെ ഏണിങ്സും ഡൗൺ ആണ്. ഓക്കെ, എല്ലാം ആരോ മാർക്ക് ഡൗൺ ആണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഡൗൺ ആണ്. ടിക്ക് മാർക്ക് എന്താണ്? ആവറേജ് നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. ഗ്രീൻ മാർക്ക് മുകളിലോട്ടാണെങ്കിൽ എന്താണ്? നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ചാനലിൽ വ്യൂ വരുന്നുണ്ട്, നിങ്ങളുടെ താരതമ്യേന നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചാനലിനെ അടിസ്ഥാനമാക്കി ചാനൽ നല്ല രീതിയിൽ വളർച്ചയുണ്ടോ എന്നുള്ളത് അനുമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി നോക്കി കാണേണ്ടത് ഇത്തരത്തിൽ വൈറ്റി സ്റ്റുഡിയോ നോക്കി കാണാൻ മനസ്സിലാവും. അല്ലെങ്കിൽ ക്രോം ബ്രൗസറിൽ നിങ്ങൾ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥിതി ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരാളുടെ മേലിലോട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോ ഈ 4 വിരലുണ്ടല്ലോ, ഇപ്പൊ 5 വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോ ഒരു 2 അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണല്ലോ ചൂണ്ടുക. അപ്പൊ ഈ ഒരു 4 വിരലും എന്താണ്? നമ്മുടെ ഭാഗത്തേക്ക് ചൂണ്ടുന്നത്. തെറ്റുകാരൻ ആദ്യം നമ്മളാണ്. നമ്മളെ കുറിച്ച് നമ്മൾ ആദ്യം വിലയിരുത്തണം. ഓക്കെ, ഒരാളുടെ മേലിലേക്ക് വിരൽ ചൂണ്ടുമ്പോ 4 വിരൽ നമ്മുടെ മേലേക്ക് ചൂണ്ടുന്നുണ്ട്. അപ്പൊ ഈ കാര്യം വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കണം, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ ഇതിൽ എന്തുകൊണ്ടാണ് എന്റെ വ്യൂസ് കൂടാത്തത്, എന്തുകൊണ്ടാണ്, എന്റെ തന്നെ തെറ്റുകൾ നികത്തിക്കൊണ്ട് വേണം നമുക്ക് വേറൊരാളോട് ചോദിക്കാൻ അല്ലെങ്കിൽ ചൂണ്ടാൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് എന്റെ തെറ്റ്? ആദ്യം എന്നുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണേ. അതായത് നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പൊ ഈ ചാനൽ ഡൗൺ ആണല്ലോ, ഇതിനുള്ള കാരണക്കാരൻ ഈ ഞാൻ ചൂണ്ടുമ്പോഴും ഞാൻ തന്നെയാണ്. 4 പേരല്ലോ എൻ്റെ അടുത്തേക്ക് തന്നെയാണ്. കാരണം ഇതിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നോക്കി കാണാം. ഇവിടെ കണ്ടന്റ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. ആദ്യം തൊട്ട് പറയുന്നുണ്ട്, സ്റ്റെപ്പായി പറഞ്ഞു തരുന്നുണ്ട്. കണ്ടന്റ് ഇപ്പൊ ഞാൻ നോക്കി ഒരു വീഡിയോ ഇട്ടു കേട്ടോ. അത് ഇന്നലെ ഇട്ടില്ല, മിഞ്ഞാന്ന് ഇട്ടു, 1 ഡേ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ 3.1K. ഓക്കെ, നമ്മുടെ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ ഉയർന്നു വരുന്നതും വീഡിയോസ് ഇടുന്നതും. നമ്മുടെ ഫാമിലിക്ക് ഓരോ അറിവ് കൊടുക്കുമ്പോൾ അവരുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ചാനലിന്റെ ഗ്രോ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ഫാമിലി ഉണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എത്ര ഫാമിലി ഉണ്ടോ, കാണുന്ന ഫാമിലി ഉണ്ടോ, അവരെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് നിരന്തരം കൊടുക്കാൻ ശ്രമിക്കണം. നിരന്തരം കൺസിസ്റ്റൻസി ഇത് കീപ്പ് ചെയ്താലേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ. ഇവിടെ നോക്കൂ, ഒരു ദിവസം 5 ദിവസം, 4 ദിവസം വിട്ടു നിന്നു, 5 ദിവസം നോക്കൂ, ഇവിടെ നോക്കൂ 7 ദിവസം. ഓക്കെ, 2 ദിവസം വിട്ടു നിന്നു. ഇവിടെ നോക്കൂ 12 ദിവസം, അതായത് 7, 12, ഒരാഴ്ച വിട്ടു നിന്നു, ഒരാഴ്ച 4-5 ദിവസം കണ്ടിന്യൂ വിട്ടു നിന്നു. ഇങ്ങനെ ഒരുപാട് ഈ വീഡിയോ ഇതൊന്നും ഞാൻ അൺലിസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അതിൽ കുറച്ച് കറപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതെന്താ അൺലിസ്റ്റഡ് ആക്കി? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പബ്ലിക് ആകാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ കണ്ടോ. വീഡിയോ ഇടുന്നതിന്റെ ഗ്യാപ്പ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. വീഡിയോ ഇടുന്നതിന്റെ ഗ്യാപ്പ് വന്നതിൽ എന്താണ്? നമ്മുടെ ഫാമിലിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ കിട്ടുന്നില്ല. നമ്മുടെ ഫാമിലി എത്രയാണെങ്കിലും എൻഗേജഡ് ആയിട്ട് ആ കാണുന്ന ഒരു ടൈം ഉണ്ട്. അതൊരു കാര്യമുണ്ട്, കാണുന്ന ടൈം. നമ്മുടെ ഫാമിലി കാണും എന്നുള്ള ടൈം ഞാൻ ഈവനിങ്ങേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. നമ്മുടെ ഫാമിലി ഒരുപാട് പേര് എമീർക്ക് വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന് ചാനലിൽ നോക്കും. അതെന്താണ്? ആ ഒരു ടൈമിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. 8 മണി, 9 മണി, 9:30, 10 മണിന്റെ ഉള്ളിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടാറുള്ളത്. കാരണം ഞാൻ ഏതൊരു വീഡിയോ അപ്പൊ എടുത്ത് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. അപ്പൊ എപ്പോഴും ഈവനിങ് വീഡിയോ എടുക്കുക, അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇത്തരത്തിൽ പബ്ലിക് ആക്കുന്നത് കേട്ടോ. അപ്പൊ ആ ടൈം ഇത്തിരി വൈകും, 8, 9, 9:30 ഉള്ളിലൊക്കെയാണ് ഇടുന്നത്.
അപ്പൊ ഇങ്ങനെ നമ്മൾ ഇടുന്ന വീഡിയോ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം, ടൈമിംഗ് കീപ്പ് ചെയ്യണം, ആ ടൈമിങ്ങിൽ കൊടുക്കണം. കാണും എന്നുള്ള ടൈമിൽ കൊടുത്താലേ അത്രയും എൻഗേജ് വരുള്ളൂ. യൂട്യൂബ് എപ്പോഴും ഒരു സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ കിട്ടുന്നത് കാണും എന്നുള്ള ടൈമിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് എൻഗേജ് വരുമ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ റെക്കമെൻഡ് വരുന്നത്. ഓക്കെ, കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് യൂട്യൂബ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാണും എന്നുള്ള ടൈം മനസ്സിലാക്കിയിട്ട് ഇടണം. ഇപ്പൊ ബിഗിനർ ആയിട്ടുള്ളവരാണെങ്കിൽ കുറെ ടൈം പരീക്ഷിച്ച് നോക്കുക. അതിൽ ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ ക്ലിക്ക് ആവും, ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ആ ടൈം നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം നോക്കിയാലോ, ഈ വീഡിയോ ഇടുന്നതിന്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് എന്റെ ചാനലിന്റെ വളർച്ചയെ ഒന്ന് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇല്ലാതാക്കിയിരിക്കുന്നത്. രണ്ട്, ഞാൻ അനലിറ്റിക്സിൽ പോവുകയാണ്. ഓക്കെ, അനലിറ്റിക്സിൽ പോയ ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫ് സഹിതം. ഓക്കെ, എസ്റ്റിമേറ്റ് റവന്യൂ ആദ്യം തൊട്ട് കാണിച്ചു തരാം. വ്യൂസ് കണ്ട് ഇപ്പം എല്ലാം അപ്പാകുന്നുണ്ട്. ഓക്കെ, കുറച്ച് അപ്പാവുന്നുള്ളൂ. അതും ആ ഒരു ശരാശരി 7.6K ഉള്ളിലായിട്ട് 3.8K മുകളിലായിട്ടാണ് ആ ഒരു ശരാശരി വ്യൂസ് ആണ് നിൽക്കുന്നത്. അതും ഡൗൺ ആണ് ഗ്രാഫ് കേട്ടോ. ഇനി നമുക്ക് താഴോട്ട് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ വാച്ച് അവറിന്റെ അതും അതേപോലെ തന്നെ താരതമ്യം നമ്മൾ വീഡിയോസ് ഇടുമ്പോഴാണ് വാച്ച് അവർ കയറുള്ളൂ. ഷോർട്സ് ആയിക്കോട്ടെ ലോങ് ആയിക്കോട്ടെ വാച്ച് അവർ കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ശരാശരി വാച്ച് അവർ വരും. ആ വീഡിയോ കാണുന്നതിനനുസരിച്ച് അത് നമ്മുടെ ഇത്തരത്തിലാണ് ഗ്രാഫിൽ. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ്സും കൗണ്ട് കുറവാണ്. കാരണം റീച്ച് ഉണ്ടെങ്കിൽ പുതിയ ആളുകളുടെ മുന്നിലേക്ക് പോവുള്ളൂ. അത് പറയുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് എത്ര വലിയ സബ്സ്ക്രൈബർ ഉള്ള ആളായിക്കോട്ടെ, നിങ്ങൾ വീഡിയോ ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് വന്നുകൊണ്ടിരിക്കും. അതിന്റെ കാരണം എന്താ പറയുക, യൂട്യൂബ് നമ്മുടെ വീഡിയോ ഒരുപാട് ഇപ്പോഴും നമ്മൾ അറിയാത്ത, നമ്മുടെ വീഡിയോ കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുന്നിലേക്ക് യൂട്യൂബ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ അവർ ഇഷ്ടപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടുമ്പോൾ അവർ സബ് ചെയ്യും. ഇങ്ങനെയാണ് സബ് കയറുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് അറിയാം, ഇത് യൂട്യൂബിന്റെ അടിത്തറയാണ്, അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട കാര്യമാണ്. നമ്മുടെ ചാനലിൽ വ്യൂ കുറയാൻ എപ്പോഴും ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് തന്നെ നിൽക്കണമെന്നില്ല, അത് താരതമ്യം കുറയാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ കുറയുമ്പോൾ നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഇപ്പൊ എന്റെ കുറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ മാറ്റം വരുത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ പോരായ്മ പറയുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ കാര്യങ്ങൾ, ഇതിൽ നിന്ന് നമ്മൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി കാണണം. ഏതൊരു വ്യൂ ഇല്ലാത്ത ആളുടെ, ഇപ്പൊ ഡോളറും താരതമ്യം കുറവാണ്, 28 ദിവസത്തെയാണ്, കുറഞ്ഞു വരികയാണ്, താരതമ്യം കുറഞ്ഞു തന്നെ വരികയാണ്. ഓക്കെ, അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കാണുക, ഗ്രാഫൊക്കെ നോക്കിക്കണ്ടാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാവുള്ളൂ എന്റെ ചാനലിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ. ഈ ഗ്രാഫ് നോക്കാണ്ട് ഒരുപാട് വ്യക്തികൾ നമ്മളോട് മെസ്സേജ് ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അതായിരിക്കും എന്റെ അപാകത എന്നുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഈ ഗ്രാഫൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ തമ്പനയിൽ ഓക്കെ ആയിരിക്കും, തമ്പനയിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇടുന്നുണ്ടാവും. പക്ഷെ വീഡിയോ കൺസിസ്റ്റൻസി ഇടുന്നില്ലെങ്കിൽ എന്താവും, ആ വീഡിയോയുടെ റീച്ച് കുറയും. ഓക്കെ, താരതമ്യേന ഇതിന്റെ ഏറ്റവും വലിയ എഫക്ട് എന്താണെന്ന് അറിയോ, നോട്ടിഫിക്കേഷൻ പോകാണ്ടാവും, നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാണ്ടാവും. അപ്പോൾ എപ്പോഴും വീഡിയോ കൺസിസ്റ്റൻസി ആയി കാണുന്ന ഒരു വ്യക്തിക്ക് നോട്ടിഫിക്കേഷൻ പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ മെല്ലെ നമ്മളെ മറക്കും. അവർ കാണില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതല്ല. നോട്ടിഫിക്കേഷൻ പോകാണ്ടാവുമ്പോൾ അവർക്ക് ഓർമ്മയില്ലാണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ബിസി ആവും. പിന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവർക്ക് യൂട്യൂബിൽ, ഇപ്പോഴും നമ്മുടെ ഫാമിലി ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, ഇക്കാന്റെ ചാനൽ 1 വർഷമായി ഞാൻ ഫോളോ ചെയ്യുന്നു, ഇപ്പോൾ എനിക്കൊരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഞെക്കാന് ബന്ധപ്പെട്ടതെന്ന്. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നില്ല. റിയൂസ്ഡ് കണ്ടന്റിന്റെ വീഡിയോ, ഇതിന് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ട് ആ വ്യക്തിക്ക് എന്റെ ചാനൽ റിയൂസ്ഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഒന്ന് പോയി നോക്കുക പറഞ്ഞപ്പോൾ ഇട്ടിട്ടുണ്ടില്ല, ഞാൻ പോയി നോക്കി നോക്കാം. കാരണം അവർ വീഡിയോ കാണുന്നില്ല. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഉടനെ വാട്സപ്പിൽ വരിക, മെസ്സേജ് ചെയ്യുക, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡായി. നമ്മൾ വീഡിയോ ഇടുന്നത് അത്തരംകാർക്ക് അവരുടെ പ്രോബ്ലം ഇല്ലാണ്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ള ആശയക്കുഴപ്പമുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോ നിരന്തരം കാണുന്നവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് തന്നെ വീഡിയോയിൽ ഒരു റിസ്ട്രിക്ഷൻസും ഇല്ലാതെ അവരുടെ ചാനലിൽ ഒരു പെനാൽറ്റി അടിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഞാൻ തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ തൊട്ട് പറയാണ്, നിങ്ങളുടെ ചാനലിൽ ഒരു പ്രോബ്ലം വരില്ല എന്റെ വീഡിയോ കാണുന്നവർക്ക്. കാരണം ഞാൻ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും അത് ചാനലിന്റെ സേഫ്റ്റിയും ചാനലിന്റെ റീച്ചും എല്ലാം കൂടി ഇടകലർന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അനുഭവമാണ് ഇങ്ങനെ ചാനലിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഓൺ ട്രെൻഡിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഞാൻ പറയും. ഇപ്പൊ 2024 തൊട്ടിട്ട് ഒരുപാട് പേർക്ക് വലിയ യൂട്യൂബ് ചാനലുകൾക്കൊക്കെ വ്യൂസ് കുറവാണ്. എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും വ്യൂസ് കുറവാണ്. അപ്പൊ അത് തരണം ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസി വീഡിയോ ഇടുക, നല്ല കണ്ടന്റ്. നമ്മുടെ ഫാമിലിക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നല്ല അടിപൊളി കണ്ടന്റ് കൊടുക്കുക. അതിനായിട്ട് ഇതിൽ കുത്തിയിരിക്കേണ്ടി വരും. കാരണം അതിനുവേണ്ടി സെർച്ച് ചെയ്യണം, അതിനുവേണ്ടി കണ്ടന്റ് ഉണ്ടാക്കണം. വെറുതെ കണ്ടന്റ് കിട്ടില്ല. എല്ലാവർക്കും കണ്ടന്റ് ഉണ്ട്, കണ്ടന്റിന് ഒരു ക്ഷാമവുമില്ല. ഇപ്പൊ എനിക്ക് തന്നെ കണ്ടന്റ് ഒരുപാടുണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ മെയിൻ ആയിട്ട് ലാപ്ടോപ്പിന് മുമ്പിലോ കമ്പ്യൂട്ടറിന് മുമ്പിലോ എന്തിലാണെങ്കിലും നമ്മൾ കുത്തി ഇരുന്നിട്ട് കറപ്ഷൻ എല്ലാം ചെക്ക് ചെയ്യണം. എന്റെ ഫാമിലിക്ക് ഇന്ന് കൊടുക്കാൻ പറ്റിയതിന്റെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം.
അതൊരു വലിയൊരു കണ്ടന്റിന്റെ ഏറ്റവും വലിയൊരു അവിഭാജ്യ ഘടകമാണ്. അവർക്ക് മനസ്സിലാവും, അവരുടെ ചാനലിൽ ഗ്രോ ചെയ്യും, അവരുടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കലാണ് ഇപ്പൊ ഈ ഗ്രോ ഇല്ലാത്ത അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. അത് നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ കമന്റിന് റിപ്ലൈ കൊടുക്കുക. നമ്മുടെ ഫാമിലി ഒരുപാട് പേര് കമന്റ് ചെയ്യും, അവർക്ക് റിപ്ലൈ കൊടുക്കുക, ഹാർട്ട് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റിയാക്ഷൻ ചെയ്യണം. അവർക്ക് കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ഫാമിലിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തമ്പനിയിൽ ടൈറ്റില് നല്ല രീതിയിൽ തന്നെ SEO അനുസരിച്ചുള്ള കീവേഡുകൾ കൊടുക്കുക. സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കീവേഡുകൾ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ഇടുക. ഏറ്റവും വലിയ പോയിന്റ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക കേട്ടോ. കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ഒന്നും നമുക്ക് നേടാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ഈ പ്രോബ്ലങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മുടെ ഫാമിലിയുമായിട്ട് ഇതുവരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.